നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഡിസിസി പ്രസിഡന്റ് CP മാത്യു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടത്തിയ പരാമർശം വിവാദമായി. സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തം. CP മാത്യുവിന്റെ പ്രസ്താവന മ്ലേച്ഛവും പ്രതിഷേധാർഹവുമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കോൺഗ്രസ് വിട്ട് LDF-നൊപ്പം ചേർന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രന്റെ നിലപാടിനെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് UDF-ന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച്. CP മാത്യുവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് രാജി ചന്ദ്രൻ. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മറുനാടൻ തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടം. ലഹരിക്കടിമപ്പെട്ട പരസ്പരം ഏറ്റുമുട്ടുന്ന സംഘം യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയാകുന്നു. അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഉപ്പുതറ ടൗണിൽ അളന്നു തിരിച്ച ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി. അനധികൃത നിർമ്മാണങ്ങൾ പഞ്ചായത്ത് അധികൃതർ തടഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. DCC പ്രസിഡന്റ് CP മാത്യു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടത്തിയ പരാമർശം വിവാദമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് കൂറുമാറിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിലാണ് കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശമുണ്ടായത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായി. എല്ലാവിധ സുഖവും രാജിക്ക് നൽകാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രാജിക്കുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. രാജി ഒന്നോർക്കണം, രാജിയെ താങ്ങുന്നവരും ഓർക്കണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിന് തട്ടേക്കണ്ണി വാർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈറ്റില്ല 80%. അതിൽ ബഹുഭൂരിപക്ഷം മൂവല്ലക്കൊടി പിടിക്കുന്ന പാവപ്പെട്ട കോൺഗ്രസുകാർ താമസിക്കുന്ന സ്ഥലം. അവിടെ നിന്നല്ലേ രാജി ആദ്യം പഞ്ചായത്ത് അംഗമായത്. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി CPM രംഗത്ത്. CP മാത്യുവിന്റെ പ്രസ്താവന മ്ലേച്ഛവും പ്രതിഷേധാർഹവുമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. സ്ത്രീയെ ഉപഭോഗ വസ്തുവായി കാണുന്നത് കോൺഗ്രസിന്റെ രീതിയാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രന് നിയമപരമായ സംരക്ഷണം നൽകും. CP മാത്യുവിന്റെ അഭിപ്രായം കോൺഗ്രസിന്റെ അഭിപ്രായമാണോ എന്ന് വ്യക്തമാക്കണമെന്നും CV വർഗീസ് പറഞ്ഞു. ഇന്ന് CP മാത്യു DCC പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന പരാമർശം അങ്ങേയറ്റം ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണനയും നൽകാതെ കൊണ്ടാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ പരാമർശം നിങ്ങളെല്ലാം കേട്ടതാണ്. ഞങ്ങളുടെ സംസ്കാരത്തിൽ അത് ചെയ്തില്ലാത്തതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഒന്ന് അങ്ങേയറ്റം ഒന്നവരൊരു വീട്ടമ്മയാണ്, ഒരു സ്ത്രീയാണ്, ഒരു ഭർത്താവുണ്ട്, കുടുംബമായി ജീവിക്കുന്നവരാണ്. അവരുടെ എല്ലാവിധമായ അന്തസ്സും തകർക്കുന്ന അങ്ങേയറ്റം മ്ലേച്ഛമായ ഒരു പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമുണ്ട്. അവരുടെ രാഷ്ട്രീയം നിലനിർത്തി അവർ മറ്റു നിലപാടെടുക്കട്ടെ. പിന്നെ ഇപ്പൊ അദ്ദേഹം നടത്തിയതുപോലെ അങ്ങനെ സ്ത്രീകളെ അങ്ങനെ ഒരു ഉപകരണമായോ ഉപഭോഗ വസ്തുവായോ ഉപയോഗിക്കുന്ന സംസ്കാരം CPM-ലില്ല. CPM സ്ത്രീകളായിട്ടുള്ളവരോട് സാഹോദര്യ മനോഭാവത്തോടും മാന്യമായും പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. കോൺഗ്രസ് സംസ്കാരം സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തുവായോ ഉപകരണമായോ എഴുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ സംസ്കാരമില്ല. അതുകൊണ്ട് അങ്ങേയറ്റം നീചമായ ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. ആ പരാമർശം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ സ്ത്രീവിരുദ്ധ പ്രതികരണത്തിനെതിരെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ രംഗത്ത്. DCC പ്രസിഡന്റിന്റെ പരാമർശത്തിന് അനുസരിച്ച് ജീവിതം നയിക്കുന്ന ആളല്ല താൻ. CP മാത്യുവിന്റെ പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ജനപ്രതിനിധി എന്ന നിലയിലും പൊതുപ്രവർത്തക എന്ന നിലയിലും മാന്യമായ ജീവിതം നയിക്കുന്ന തനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ആവശ്യമായ പിന്തുണ കോൺഗ്രസിന്റെയും മറ്റ് അംഗങ്ങളുടെയും ഭാഗത്തു നിന്നും ലഭിച്ചില്ല. അതിനാലാണ് താൻ മറ്റൊരു നിലപാട് സ്വീകരിച്ചതെന്നും രാജി ചന്ദ്രൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഇങ്ങനെയൊരു പ്രതികരണത്തിന് തയ്യാറായത് രാഷ്ട്രീയപരമായിട്ട് അവർക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അത് ചെയ്യേണ്ടതുമാണ്. അതിനൊന്നും നമ്മൾ വിമർശിക്കുന്നില്ല. കാരണം ഇത്രയും നാളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നു. അവിടെ നിന്ന് മാറി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതികരണം ഉണ്ടാകും. അതിൽ നമുക്ക് തർക്കവുമില്ല. പക്ഷേ എൻ്റെ സ്ത്രീത്വത്തെയും എൻ്റെ വ്യക്തിത്വത്തെയും അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഇന്ന് കാഴ്ചവെക്കുകയുണ്ടായി. അതിന് തീർച്ചയായിട്ടും നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും പ്രതികരണം ഉണ്ടാവുക തന്നെ ചെയ്യും.
കാരണം എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എന്നെ ആക്ഷേപിച്ചിട്ടുള്ളത്. ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ അത്രയ്ക്കും നീചമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള തെറ്റോ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയോ അല്ല ഞാൻ. സാധാരണക്കാരായിട്ടുള്ള ഒരു കർഷകനാണ് എൻ്റെ ഭർത്താവ്. കുട്ടികളും ഒപ്പം ഞാൻ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും പോകേണ്ടതായിട്ട് വന്നിട്ടില്ല, ഇനി പോവുകയുമില്ല. ആ ഒരു സംരക്ഷണം എനിക്ക് ഉണ്ട് എന്ന് ഉള്ള ഉറപ്പും എനിക്കിപ്പോൾ നല്ലപോലെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് അവിടെ പരാമർശിച്ചപ്പോൾ തന്നെ അറിയാലോ, ചീറ്റപ്പുലിയെ പോലെ ആയിരുന്ന ഒരു മെമ്പറെ മാറ്റി നിർത്തി എനിക്ക് ആ സ്ഥാനം തരേണ്ടി വന്നതിൻ്റെ ഒരു പശ്ചാത്താപം അവരവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ നിന്ന് മനസ്സിലാകാം ഈ ഒരു വർഷക്കാലം ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് നല്ലൊരു ജനങ്ങൾക്ക് മുമ്പിൽ നല്ലതാവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് എന്നെ സ്ഥാനത്ത് എത്തിച്ചിട്ടുള്ളത്. ആ ജനങ്ങളെ ഒരിക്കലും മറക്കത്തില്ല. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും. മാറ്റം ഉണ്ടാകുന്നതിന് കാരണം ഞാനൊരു പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സപ്പോർട്ടോ പരിഗണനയോ ഒന്നും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ UDFൻ്റെ മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് പോലും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും വിയോജനക്കുറിപ്പും വിവരാവകാശവും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതൊക്കെ പ്രവൃത്തികൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം വെല്ലുവിളികളായിട്ട് UDF ഭാഗത്തുനിന്ന് തന്നെ പ്രതികരണമായിട്ട് എപ്പോഴും വിലങ്ങുതടിയായിട്ട് ഭരണസമിതി തന്നെയാണ് മുന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു നിലപാട് ജനങ്ങൾക്ക് ഒട്ടും ഉചിതമല്ല എന്ന് തോന്നലാണ് ഇപ്പോൾ ഈ ഒരു മാറ്റത്തിന് സാഹചര്യം ഒരുക്കിയത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. കോൺഗ്രസ് വിട്ട് LDFനൊപ്പം ചേർന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രന്റെ നിലപാടിനെതിരെയായിരുന്നു സമരം. DCC പ്രസിഡന്റ് CP മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു. CPM ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഭംഗം വരുത്തിയെന്നും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രൻ സ്വാർത്ഥ താൽപര്യങ്ങൾ മുന്നിൽ കണ്ടാണ് മുന്നണി വിട്ടതെന്നും CP മാത്യു പറഞ്ഞു. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ രാജീചന്ദ്രൻ 3 ആഴ്ച മുൻപാണ് കൂറുമാറി LDFിലെത്തിയത്. ഇതോടെ പഞ്ചായത്തിന്റെ ഭരണം LDFിലേക്ക് എത്തുകയായിരുന്നു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച രാജീചന്ദ്രൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടും പാർട്ടിയോടും വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് UDFന്റെ നേതൃത്വത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. അശോക കവലിൽ നിന്നും ആരംഭിച്ച ബഹുജന മാർച്ച് തടിയമ്പാട് ടൗണിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ UDF കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് CP മാത്യു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CPM ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഭംഗം വരുത്തിയെന്നും CPMന്റെ വാക്കുകേട്ട് LDFിൽ ചേക്കേറിയ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീചന്ദ്രൻ സ്വാർത്ഥ താൽപര്യങ്ങൾ മുന്നിൽ കണ്ടാണ് മുന്നണി വിട്ടതെന്നും CP മാത്യു പറഞ്ഞു. DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ, KPCC പ്രതിനിധികളായ AP ഉസ്മാൻ, റോയി K പൗലോസ്, MN ഗോപി, മറ്റ് UDF നേതാക്കളായ മാത്യു സ്റ്റീഫൻ, ജോൺ നെടിപ്പാറ, തോമസ് രാജൻ, ഇന്ദു സുധാകരൻ, MD അർജുനൻ, ജോർജ് തോമസ്, ഷൈനി സജി, ഷൈനി റജി, ആൻസി തോമസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മറുനാടൻ തൊഴിലാളികൾ അഴിഞ്ഞാടുന്നു. ലഹരിക്കടിമപ്പെട്ട ഒറ്റയ്ക്കും സംഘങ്ങളായും ഏറ്റുമുട്ടുന്ന ഇവർ യാത്രക്കാർക്കും സമീപത്തെ വ്യാപാരികൾക്കും ഭീഷണി ഉയർത്തുകയാണ്. അടിയന്തരമായി ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കട്ടപ്പന നഗരത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മദ്യവും ലഹരിയും ഉപയോഗിച്ച് മറുനാടൻ തൊഴിലാളികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് പതിവായിരിക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ നിർത്തിയിടുന്ന മൈതാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് മറുനാടൻ തൊഴിലാളികൾ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട ഒറ്റയ്ക്കും സംഘങ്ങളായും ഏറ്റുമുട്ടുന്ന ഇവർ യാത്രക്കാർക്കും സമീപത്തെ വ്യാപാരികൾക്കും ഭീഷണി ഉയർത്തുകയാണ്. മാസങ്ങൾക്ക് മുൻപ് സഹകരണ ആശുപത്രിക്ക് സമീപം രാത്രിയിൽ സംഘടിച്ച് തമ്മിലടിച്ച മറുനാടൻ തൊഴിലാളികളെ പ്രദേശത്തെ വ്യാപാരികൾ സംഘടിച്ച് വിരട്ടിയോടിച്ചിരുന്നു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടുപരിസരത്ത് പുലർച്ചെ അതിക്രമിച്ചു കയറിയ അന്യസംസ്ഥാന തൊഴിലാളി വാതിൽ ചവിട്ടി തകർക്കാൻ ശ്രമിക്കുകയും വീട്ടുടമയുടെ അടിയേറ്റതിനെ തുടർന്ന് ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. സംഘർഷം പതിവായതോടെ തൊഴിലാളികൾ ധാരാളമായി എത്തുന്ന ഞായറാഴ്ചകളിലും രാത്രിയിലും ഇതുവഴി യാത്ര ചെയ്യാൻ പ്രദേശവാസികൾ പോലും ഭയപ്പെടുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ആഴ്ചകളോളം കിടന്ന ബസ് ഇല്ലായതിനു ശേഷമാണ് ഇവർ പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ദിവസങ്ങളിൽ ഇവർ അവിടെ കിടക്കുകയും
കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആഴ്ചകളോളം അവിടെ കിടന്നതിന് ശേഷം ബസ് നിറഞ്ഞു കഴിയുമ്പോഴാണ് പോകുന്നത്. ഇവരെ കൊണ്ട് ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾക്കും സമീപത്ത് താമസിക്കുന്ന ആളുകൾക്കും വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ. ഇവർ മദ്യപിക്കുകയും തമ്മിൽ അടിയുണ്ടാക്കുകയും അതോടൊപ്പം ആ പരിസരത്തുള്ള വീടുകളുടെ മുറ്റത്ത്, ആ പരിസരത്തുള്ള കടകളുടെ വാതിക്കലും മലമൂത്ര വിസർജനം ചെയ്യുന്നതുകൊണ്ട് വ്യാപാരികളും താമസക്കാരും വളരെയേറെ കഷ്ടപ്പെടുന്നു. അതോടൊപ്പം ഈ പറയുന്ന ആളുകൾ ദിവസങ്ങളോളം ഇവിടെ കിടന്നതിൽ ഇവരുടെ പൈസ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സമീപത്തെ വീടുകളിൽ ചെറിയ രീതിയിൽ മോഷണശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് അടിയന്തരമായി നഗരസഭയും പോലീസും ആരോഗ്യവകുപ്പും ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാകും. പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നത് സമ്പൂർണ്ണമായി ഒഴിവാക്കിയതിനുള്ള സർട്ടിഫിക്കറ്റ് 5 വർഷം മുമ്പ് നഗരസഭയ്ക്ക് ലഭിച്ചതാണ്. എന്നാൽ നഗരമധ്യത്തിൽ പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ തൊഴിലാളികളെ കടത്താൻ 2 മൈതാനങ്ങൾ പ്രവർത്തിച്ചിട്ടും നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മൈതാനങ്ങളിൽ ബസ് കാത്തിരിക്കുന്ന അതിഥി തൊഴിലാളികൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാത്തത് മൂലം മൈതാനങ്ങളുടെ വശത്ത് തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന സ്ഥിതിയാണുള്ളത്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഉപ്പുതറ ടൗണിൽ അളന്നു തിരിച്ച ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി. ഇതേ തുടർന്ന് അനധികൃത നിർമ്മാണങ്ങൾ പഞ്ചായത്ത് അധികൃതർ തടഞ്ഞു. ഉപ്പുതറ ടൗൺ അസൗകര്യങ്ങളുടെ നടുവിൽ വീർപ്പുമുട്ടുകയാണ്. റോഡ് വികസനം വേണമെന്ന ആവശ്യം ഉയർന്നിട്ട് നാളുകളായി. മലയോര ഹൈവേയുടെ നിർമ്മാണം നടന്നുവരികയാണ്. ഇതിനോടൊപ്പം ടൗൺ വീതി കൂട്ടണമെന്ന ആവശ്യം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അംഗീകരിക്കുകയും പൊളിക്കേണ്ട ഭാഗം അടയാളപ്പെടുത്തി നൽകുകയും ചെയ്തു. എന്നാൽ ചില സ്വകാര്യ വ്യക്തികൾ ഈ ഭാഗത്ത് വീണ്ടും റോഡിലേക്ക് ഇറക്കി നിർമ്മാണ പ്രവർത്തനം നടത്താൻ ആരംഭിച്ചെന്നാണ് ഉയരുന്ന പരാതി. താങ്കളുടെ കടയുടെ വീടിന്റെ ഭാഗങ്ങൾ, റോഡിലേക്ക് കടന്നു നിൽക്കുന്ന ഭാഗങ്ങൾ സ്വയമേ പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുപഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് കൊടുത്തിട്ടുള്ളതുമാണ്. എന്നാൽ വാക്കാൽ പറയുകയും നോട്ടീസ് കൊടുക്കുകയും ചെയ്തിട്ടും ചില സാമൂഹ്യ വിരുദ്ധന്മാർ രാത്രികാലങ്ങളിൽ നിർമ്മാണ സാമഗ്രികൾ ഇറക്കുകയും ഇരുളിന്റെ മറവിലും മറ്റുമായിട്ട് പണിയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. പരാതി ഉയർന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് നടപടി സ്വീകരിച്ചു. റോഡിന്റെ 12 മീറ്റർ വീതി കഴിഞ്ഞ 1 മീറ്റർ വിട്ട് മാത്രമാണ് നിർമ്മാണ പ്രവർത്തനം പാടുള്ളൂവെന്ന മുന്നറിയിപ്പും നൽകി. ഉപ്പുതറയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പും പഞ്ചായത്തും തടയിടുന്നതായി ആക്ഷേപം. റവന്യൂ വകുപ്പിന്റെ നിലപാട് മൂലം ഉപ്പുതറ ടൗണിന്റെ വികസനം മുരടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഉപ്പുതറ വില്ലേജിലെ 6 സർവേ നമ്പറുകളിൽ കരം സ്വീകരിക്കൽ, പോക്കുവരവ്, നിജസ്ഥിതി ഉൾപ്പെടെയുള്ള നിയമപരമായ ഒരു നടപടികളും നടക്കുന്നില്ല. വീട്, വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി എല്ലാ നിർമ്മാണത്തിനും ഇപ്പോഴും അനുമതി നിഷേധിക്കുകയാണ്. തോട്ടം ഭൂമി തരംമാറ്റൽ സംബന്ധിച്ച ഗവൺമെന്റ് ലാൻഡ് റിസംപ്ഷൻ സ്പെഷ്യൽ ഓഫീസർ MG രാജമാണിക്യം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2015 ഫെബ്രുവരി 23-ന് ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് കരം സ്വീകരിക്കുന്നത് തടഞ്ഞ് ഉത്തരവിറക്കിയത്. തോട്ടം ഭൂമി മുറിച്ചു വിൽക്കരുതെന്ന അടിയാധാരത്തിലെ വ്യവസ്ഥയുടെ പേരിൽ 1963-ലെ ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചെന്ന കാരണം പറഞ്ഞായിരുന്നു ലാൻഡ് റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവ്. 6 സർവേ നമ്പറിലെ 252.95 ഏക്കർ ഭൂമി അടിയാധാരത്തിൽ പീരുമേട് ടീ കമ്പനി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 1949-ന് മുമ്പ് പീരുമേട് ടീ കമ്പനിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി കരമടച്ച് എല്ലാ ക്രയവിക്രയങ്ങൾക്കും വിധേയമാക്കിയ ഭൂമിയാണിത്. അടിയാധാരത്തിൽ പീരുമേട് ടീ കമ്പനി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന സാങ്കേതിക പ്രശ്നമാണ് കർഷകർക്കും വ്യാപാരികൾക്കും വിനയായത്. മുതൂറ്റ് ഉപ്പുതറ എന്ന് പറയുന്നത് രാജമാണിക്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉപ്പുതറയിലെ 6 സർവേ നമ്പറുകളിലെ നിർമ്മാണ നിരോധനവും മറ്റ് ഭൂമി സംബന്ധിതമായ മറ്റ് രേഖ നൽകാത്തമായ സ്ഥലമാണ്. ആ സ്ഥലത്തെ വീണ്ടും സങ്കീർണമായിക്കൊണ്ടാണ് വില്ലേജ് ഓഫീസർ ഇങ്ങനെ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റിയല്ല എന്ന അപേക്ഷകന് മറുപടി നൽകിയിരിക്കുന്നത്. ഈ സംബന്ധിച്ച വിഷയം ഉപ്പുതറയിലെ മാത്രം വിഷയമല്ല, ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരോടുള്ള ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങളും നിരോധന നടപടികളും തുടരുകയാണ്. 1964-ലെ ഭൂമി ഉപയോഗിച്ച ചട്ടവും 1993-ലെ ഭൂമി ഉപയോഗിച്ച ചട്ടവും ഈ ഗവൺമെന്റ്, കഴിഞ്ഞ ഗവൺമെന്റും ഇപ്പോഴുള്ള ഗവൺമെന്റൊക്കെ ഇത് സംബന്ധിച്ച് ഭേദം ചെയ്യാമെന്ന് ഉറപ്പ് കൃഷിക്കാർ നൽകിയിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓരോ ദിവസവും തോറും ഈ ഇടുക്കി ജില്ലയിലെയും പ്രത്യേകിച്ച് ഉപ്പുതറ കുടിയേറ്റ പ്രദേശത്തെയും ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സങ്കീർണമായിക്കൊണ്ട് കൃഷിക്കാരെ ദ്രോഹിക്കുന്ന നടപടിയാണ് വില്ലേജ് ഓഫീസും മറ്റേ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നത്. അടിയാധാരത്തിൽ ഇത്രയും ഭൂമി കുറവ് ചെയ്യുന്ന നയപരമായ സർക്കാർ തീരുമാനമുണ്ടെങ്കിൽ പ്രശ്നം നിസ്സാരമായി പരിഹരിക്കാം. എന്നാൽ ഭരണ പ്രതിപക്ഷ കക്ഷി പ്രതിനിധികൾ സംയുക്തമായി
മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരെ കണ്ട് നിവേദനം നൽകുകയും 60 ദിവസം കുടിൽകെട്ടി സമരം നടത്തുകയും ചെയ്തെങ്കിലും നയപരമായ ഒരു നടപടിയും ഉണ്ടായില്ല. റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവ് വന്നതു മുതൽ ബാങ്ക് വായ്പയെടുക്കാനോ എടുത്ത വായ്പ പുതുക്കാനോ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ഒന്നിനും കഴിയാതെ വലയുകയാണ് 500ഓളം പട്ടയ ഉടമകൾ. കട്ടപ്പന വില്ലേജ് ഓഫീസർ ജെയ്സൺ ജോർജിന്റെ പ്രവർത്തന മികവിന് സർക്കാരിന്റെ അംഗീകാരം. മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡിന് അർഹനായിരിക്കുകയാണ് ഇദ്ദേഹം. ഇടുക്കി ജില്ലയിൽ നിന്നും മികച്ച വില്ലേജ് ഓഫീസർമാർക്കുള്ള 2022 റവന്യൂ അവാർഡ് 3 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. 2011 ജെയ്സൺ ജോർജ് റവന്യൂ വകുപ്പിൽ ജോലി ആരംഭിച്ചത്. ഉടുമ്പൻചോല താലൂക്കിലും ഇടുക്കി കളക്ടറേറ്റിലും രാജകുമാരി വില്ലേജ് ഓഫീസിലും മികച്ച സേവനം കാഴ്ചവെച്ച ശേഷമാണ് 2017 കട്ടപ്പന വില്ലേജ് ഓഫീസറായി ചുമതലയേറ്റത്. പ്രളയകാലത്തും കോവിഡ് കാലത്തും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ജെയ്സൺ ജോർജിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന വില്ലേജ് ഓഫീസ് പരിധിയിൽ നടത്തിയത്. ശരിക്കും അർഹതപ്പെട്ട ഒരു അംഗീകാരമാണ് നമ്മുടെ ബഹുമാനായ നമ്മുടെ കട്ടപ്പന വില്ലേജ് ഓഫീസർ ജെയ്സൺ സാറിന് കിട്ടിയത്. തീർച്ചയായും അർഹമായ ഒരു അംഗീകാരം തന്നെയാണ്. കാരണം അദ്ദേഹം പ്രളയകാലത്തൊക്കെ നടത്തിയ ഒരു സേവനങ്ങൾ, ഈ നാട്ടിലെ ഒരാൾ അടുത്ത് ജോലി ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്. അത് വളരെ ഒരു നല്ല രീതിയിലുള്ള എല്ലാ ആളുകൾക്കും ഗുണകരമാകുന്ന രീതിയിൽ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തി. വരുംകാലങ്ങളിലെല്ലാം നല്ലൊരു അനുഗ്രഹവും വിജയവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മാസങ്ങളോളം സമൂഹ അടുക്കളകൾ വഴി ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകുകയും അന്തർ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ക്ഷേമത്തിന് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്തു. പ്രളയം, കോവിഡ് എന്നിവയടക്കമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ കട്ടപ്പനയിലെ നിരവധി സംഘടനകളെ കൂടെ നിർത്തി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ജെയ്സൺ ജോർജ് നടത്തിയിരുന്നത്. ഈ ഒരു അവാർഡിന് ഏറെ അർഹനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. 2018 തൊട്ടാണ് ഇദ്ദേഹം നമുക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. 2018 പ്രളയം തൊട്ട് ഇങ്ങോട്ട് വിവിധ തലങ്ങളിൽ ജില്ല അനുഭവിച്ച ഓരോ കഷ്ടപ്പാടിലും ജെയ്സൺ സാർ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഓഫീസറുടെ ഒരു പങ്ക് എടുത്തു പറയേണ്ടതാണ്. 2018 പ്രളയത്തിൽ നമ്മുടെ കട്ടപ്പനയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകൾക്കും സഹായം എത്തിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന് നയിച്ച ആളാണ് പ്രിയപ്പെട്ട ജെയ്സൺ സാർ. അതിനോടൊപ്പം തന്നെ വയനാട്ടിൽ ഒരു പ്രളയമുണ്ടായ സമയത്ത് വയനാടിന് ഒരു കൈത്താങ് എന്നുള്ളൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു. ആ സമയത്തുമൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളോടൊപ്പം ചേർന്ന് ഓരോ സംഘടനയോടും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വളരെ മനോഹരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്ത ഒരു മാതൃകാ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അവാർഡ് കിട്ടി. ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു റവന്യൂ അവാർഡ്, ഒരു വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും കട്ടപ്പനയെ സംബന്ധിച്ച് ആനന്ദകരമാണ്. നെടുങ്കണ്ടം സ്വദേശിയായ ജെയ്സൺ ജോർജ് അവാർഡിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോൾ അഭിനന്ദന പ്രവാഹമാണ് കടന്നുവരുന്നത്. പൊന്മുടിയിൽ KSEB ഭൂമി വിവാദത്തിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് രാജാക്കാട് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് TM കമലം. പദ്ധതിക്കായി അപേക്ഷ സമർപ്പിച്ചത് താൻ പ്രസിഡന്റായിരുന്ന കാലത്താണ്. നിലവിലെ പ്രസിഡന്റ് VA കുഞ്ഞുമോൻ കരാറിൽ ഒപ്പുവയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും TM കമലം പറഞ്ഞു. ഹൈഡൽ ടൂറിസം പദ്ധതികൾക്കായി ഭൂമി വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉയർന്നതോടെയാണ് പൊന്മുടി ഹൈഡൽ ടൂറിസം പദ്ധതി വീണ്ടും വിവാദത്തിലായിരിക്കുന്നത്. രാജാക്കാട് സഹകരണ ബാങ്കിനാണ് KSEB ഭൂമി പാട്ടത്തിന് നൽകിയിരിക്കുന്നത്. MM മണി വൈദ്യുതി മന്ത്രിയായിരിക്കെ മരുമകൻ പ്രസിഡന്റായുള്ള രാജാക്കാട് സഹകരണ ബാങ്കിന് ഭൂമി പാട്ടത്തിന് നൽകിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് TM കമലം പറഞ്ഞു. 2017 താൻ പ്രസിഡന്റായിരുന്ന കാലത്താണ് അപേക്ഷ സമർപ്പിച്ചത്. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളും തന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. അന്ന് VA കുഞ്ഞുമോൻ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ഭരണസമിതിയുടെ പ്രസിഡന്റായ VA കുഞ്ഞുമോൻ എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും TM കമലം പറഞ്ഞു. ആ ടെൻഡറിൽ വന്നു കഴിഞ്ഞ ടെൻഡർ വെച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടെൻഡറിൽ പങ്കെടുത്തു. അന്ന് ഞാൻ പ്രസിഡന്റാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് നടപടിക്രമങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ ഭൂമിയുടെ അളവ്, ഭൂമി നമുക്ക് എഗ്രിമെന്റ് ചെയ്ത് കിട്ടേണ്ടത്, അതുപോലെ തന്നെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തേണ്ടത്, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഈ ടെൻഡറിലോട്ട് പോകുന്നത്. ആ ടെൻഡർ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി നടപടികൾ ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായി. അങ്ങനെ എഗ്രിമെന്റ് വയ്ക്കുന്നത് പുതിയ ഭരണസമിതി വന്ന് എഗ്രിമെന്റ് വെച്ചതേ ഉള്ളൂ. സഖാവ് VA കുഞ്ഞുവാൻ അതിന് വേണ്ടിയിട്ട് അമ്മായിയപ്പൻ സംഭാവന ചെയ്ത് കൊടുത്തൊന്നുമല്ല. അതിനു മുമ്പ് പ്രവർത്തിച്ചതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതും അതിനു മുമ്പുള്ള ഭരണസമിതിയാണ്. ഇവർ വന്നതിന് ശേഷം എഗ്രിമെന്റ് വെച്ചു. പിന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്ന് മാത്രമേ, തുടർ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം രാഷ്ട്രീയ പ്രേരിതമായിട്ട് VA കുഞ്ഞുവാനെയും സഖാവ് MM മണിയെയും ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നാടിൻ്റെ പുരോഗതിയെ ഇത്തരം ആക്ഷേപിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല. ബോർഡിന്റെ
അധീനതയിലുള്ള ഭൂമിയിൽ റവന്യൂ വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നതിന് കാരണം എന്താണെന്ന് അറിയില്ലെന്നും TM കമലം പറഞ്ഞു. നിലവിൽ നടക്കുന്നത് CPM-നെയും MM മണിയെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രചരണം മാത്രമാണെന്നും TM കമലം കൂട്ടിച്ചേർത്തു. നെടുങ്കണ്ടത്ത് കെട്ടിട നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃതമായി കുന്നിടിച്ചു നികത്തിയതായി പരാതി. ആഴത്തിൽ വിവിധ തട്ടുകളായാണ് മണ്ണും പാറയും ഖനനം ചെയ്തിരിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യുന്നതിനായി ഉപയോഗിച്ച വാഹനങ്ങൾ റവന്യൂ സംഘം പിടിച്ചെടുത്തു. നെടുങ്കണ്ടം കോടതിക്ക് എതിർവശത്തായി സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ നിന്നുമാണ് സ്വകാര്യ വ്യക്തി മണ്ണ് ഖനനം ചെയ്തത്. കെട്ടിടം നിർമ്മിക്കുന്നതിനായി വൻതോതിൽ മണ്ണ് നീക്കം ചെയ്തതോടെ ഏതു നിമിഷവും മണ്ണിടിച്ചിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അനുമതി വാങ്ങാതെയുമാണ് 60 സെന്റ് ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന് സമീപത്തു നിന്നും വിവിധ തട്ടുകളായാണ് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത്. നിലവിൽ മണ്ണ് നീക്കം ചെയ്ത കുന്നിന്റെ താഴ്വാരം ചതുപ്പും വെള്ളക്കെട്ടും നിറഞ്ഞ പ്രദേശമാണ്. ഇവിടെ നിന്ന് പാറയും ഖനനം ചെയ്തിട്ടുണ്ട്. താഴ്വാരം ചതുപ്പായതിനാൽ തട്ടുകളായി നീക്കിയ മണ്ണ് ഇടിയാൻ സാധ്യതയുണ്ട്. ഇത് സംസ്ഥാന പാതയും ഇടിയാൻ ഇടവരുത്തും. നിലവിൽ നിർമ്മാണം നടക്കുന്ന പ്രദേശത്തോട് ചേർന്ന് നിരവധി വീടുകളും കെട്ടിടങ്ങളുമുണ്ട്. ചട്ടങ്ങൾ പാലിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉടുമ്പൻചോല റവന്യൂ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. മണ്ണും പാറയും ഖനനം ചെയ്യുന്നതിനായി ഉപയോഗിച്ച JCB-യും ട്രാക്ടറും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് 5023 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇടുക്കിയിൽ 299 പുതിയ രോഗബാധിതരാണുള്ളത്. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 614 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇടുക്കി ജില്ലയിൽ 299 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 8 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 617 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ ജില്ലയിൽ 3813 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് 5023 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ 250-ന് മുകളിൽ ആളുകൾക്കാണ് രോഗബാധയുണ്ടായത്. വയനാട് 230, പാലക്കാട് 225, കണ്ണൂർ 188, കാസർഗോഡ് 94 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 16 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4646 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 320 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ചികിത്സയിലായിരുന്ന 11077 പേർ രോഗമുക്തി നേടി. ഇതോടെ 47354 പേരാണ് രോഗം സ്ഥിരീകരിച്ചിനി ചികിത്സയിലുള്ളത്. 63,71,030 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. വാത്തിക്കുടി, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരിയാർ വാലി ചപ്പാത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രളയത്തിൽ നശിച്ച ചപ്പാത്തിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഞ്ഞിക്കുഴി, വാത്തിക്കുടി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് അരനൂറ്റാണ്ട് മുൻപ് നിർമ്മിച്ച ചപ്പാത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗമാണ്. ചപ്പാത്ത് തകർന്നതോടെ പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലായിരുന്നു. പ്രളയത്തെ തുടർന്ന് ചപ്പാത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്നത് പുനർനിർമ്മിച്ചെങ്കിലും ചപ്പാത്തിന്റെ കൽക്കെട്ട് ഇടിഞ്ഞ് ഇതുവഴിയുള്ള യാത്ര ദുരിതത്തിലായിരുന്നു. പതിയിരിക്കുന്ന ഈ അപകടം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് ചപ്പാത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ചപ്പാത്ത് പുനർനിർമ്മാണം നടക്കുന്നതിനാൽ 45 ദിവസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം പൊതുമരാമത്ത് വകുപ്പ് നിരോധിച്ചിട്ടുണ്ട്. ഏപ്രിൽ പകുതിയോടെ ചപ്പാത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിന്റെ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. റോഡിന്റെ പല ഭാഗത്തും ആവശ്യത്തിന് വീതിയില്ലെന്നാണ് പരാതി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കലുങ്കുകൾ പുതുക്കി നിർമ്മിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. കുമളി മൂന്നാർ സംസ്ഥാന പാതയ്ക്ക് സമാന്തരമായി നിർമ്മിക്കുന്ന ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് ടൂറിസം, കാർഷിക മേഖലയിൽ വൻ വികസനത്തിന് വഴിതെളിക്കുമെന്നാണ് പ്രതീക്ഷ. 15 മീറ്റർ വീതിയിലാണ് റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്നത്. എന്നാൽ ബൈസൺ വാലി മേഖലയിൽ ആവശ്യത്തിന് വീതിയില്ലെന്നാണ് ആരോപണം. 40-ലധികം വർഷം പഴക്കമുള്ള അപകടാവസ്ഥയിലായ കലുങ്കുകൾ പുനർനിർമ്മിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ബൈസൺ വാലിക്ക് സമീപം ചങ്ങനാശ്ശേരിക്കടയിലെ പഴയ കലുങ്ക് അതേപടി നിലനിർത്തിയിരിക്കുന്നത് വെള്ളക്കെട്ടിന് കാരണമാകുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവിടെ ഈ കലുങ്ക് ഉയർന്ന പഠനങ്ങൾ മാത്രമേ ഈ വെള്ളക്കെട്ടിന് ഈ ശാശ്വത പരിഹാരമാകുള്ളൂ. ഈ കലുങ്ക് പണിയാതെ ഇങ്ങനെ ടയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമാകത്തില്ല. ഈ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ കലുങ്ക് ഉയർത്തി പണിതിട്ട് റോഡ് ഇത്ര ഹൈറ്റിൽ നിർത്തുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിങ്ങനെ തന്നെ ടാർ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ മോളിൽ നിന്നുള്ള വെള്ളമെല്ലാം കുത്തനെ ഒഴുകി വരുന്നത് മൊത്തം ഇങ്ങോട്ടാണ്. ഈ റോഡിൽ വന്ന് കുത്തിവലിച്ച് ഇവിടെ കെട്ടിക്കിടക്കും വെള്ളം. രാജാക്കാട് മുതൽ ബൈസൺ വാലി വരെയുള്ള പ്രദേശത്ത് റോഡിന്റെ വികസനത്തിനായി പല ഭാഗത്തും ഭൂമി ഏറ്റെടുത്തിട്ടില്ല. ആവശ്യത്തിന് വീതിയില്ലാതെയാണ് ഈ ഭാഗങ്ങളിൽ നിർമ്മാണം നടക്കുന്നത്. ഇടുക്കിയിലെ കാർഷിക ഗ്രാമങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന പാത നിശ്ചയിച്ച വീതിയിൽ മികച്ച നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ ഇടപെടലുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലയോര ഹൈവേയുടെ ചപ്പാത്ത് മുതൽ മേരികുളം വരെയുള്ള ഭാഗത്തെ തടസ്സം നീക്കാൻ സർവേ വകുപ്പ് പരിശോധന തുടങ്ങി. ഇടുക്കി താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് സർവേ നടത്തുന്നത്.
പീരുമേട്, ദേവികുളം താലൂക്കുകളെ ബന്ധിപ്പിക്കുന്ന പാതയാണ് മലയോര ഹൈവേ. ഇതിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ പുരോഗമിച്ചു വരികയാണ്. രണ്ടാം ഘട്ടം ചപ്പാത്ത് മുതൽ പുളിയന്മല വരെയായിരുന്നു. എന്നാൽ ചപ്പാത്ത് മുതൽ മേരികുളം വരെ ചില സ്വകാര്യ വ്യക്തികളും തോട്ടമുടമകളും തടസ്സം സൃഷ്ടിച്ചു. ഇതോടെ കിഫ്ബി മേരികുളം മുതൽ നരിയൻപാറ വരെ ടെൻഡർ നടപടി പൂർത്തിയാക്കി. തുടർന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സർവേ ടീം സർവേ നടത്തുന്നത്. 80-82 വർഷത്തിൽ റവന്യൂ നടത്തിയ സർവേയിലിട്ട കല്ലുകൾ പലയിടത്തും കാണാനില്ല. ഇത് സർവേ വകുപ്പിന്റെ നടപടി വൈകിപ്പിച്ചു. പഴയ കല്ലുകൾ കണ്ടെത്തി അവിടെ നിന്നും സർവേ നടത്തി നഷ്ടപ്പെട്ട കല്ലുകൾ ഉടൻ പുനഃസ്ഥാപിക്കും. തുടർന്ന് സ്കെച്ചും പ്ലാനും എടുത്ത് പൊതുമരാമത്തിന് കൈമാറും. ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് സർവേ ടീമിന്റെ ശ്രമം. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ ചപ്പാത്ത് മുതൽ മേരികുളം വരെയുള്ള ഭാഗത്തെ സർവേ നടപടികൾ ആരംഭിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് ജില്ലാ തലത്തിലുള്ള സർവേമാർ വന്ന് നമ്മുടെ ചപ്പാത്ത് മുതൽ പരുപ്പ് വരെയുള്ള ഭാഗത്തെ സർവേ നടപടികൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. സർവേ ടീം കല്ലുകൾ പുനഃസ്ഥാപിച്ച് സ്കെച്ചും പ്ലാനും നൽകിയാൽ ഉടൻ പൊതുമരാമത്ത് വകുപ്പ് റോഡ് അളന്ന് തിട്ടപ്പെടുത്തും. റോഡിന് ആവശ്യമായ വീതി 12 മീറ്ററാണ്. ഇടുക്കി താലൂക്ക് ഓഫീസിലെ സർവേ ഉദ്യോഗസ്ഥരായ ബിനോയ് സെബാസ്റ്റ്യൻ, MS അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സർവേ നടപടികൾ നടക്കുന്നത്. സർവേയിൽ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാമോൾ ബിനോജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയ്മോൾ ജോൺസൺ, ബി ബിനു, M വർഗീസ്, മനു കെ ജോൺ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ബിനു, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. തൊഴിലാളികളുടെ ജോലി സമയം പുനർക്രമീകരിച്ചത് തോട്ടം മേഖലയ്ക്ക് ആശ്വാസമായി. സൂര്യാഘാതം കണക്കിലെടുത്ത് തൊഴിലാളികളുടെ ജോലി സമയം ഏപ്രിൽ മാസം 30-ാം തീയതി വരെയാണ് തൊഴിൽ വകുപ്പ് പുനർക്രമീകരിച്ചിരിക്കുന്നത്. വേനൽക്കാലമായതോടെ പകൽ താപനില ക്രമാതീതമായി ഉയരുന്നതിനാൽ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതമേൽക്കുന്നതിനുള്ള സാഹചര്യം കണക്കിലെടുത്ത് തൊഴിലാളികളുടെ ജോലി സമയം ഫെബ്രുവരി 18 മുതൽ ഏപ്രിൽ 30 വരെ ലേബർ കമ്മീഷണർ പുനഃക്രമീകരിച്ചിരുന്നു. ഇത് ഉപ്പുതറ, പീരുമേട് തുടങ്ങിയ തോട്ടം മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വർദ്ധിച്ച താപനില വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരുന്നത്. പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ വിശ്രമവേളയായിരിക്കും. ബഹുമാനപ്പെട്ട ഗവൺമെന്റും അതുപോലെ തന്നെ ലേബർ കമ്മീഷനും തൊഴിലാളികളുടെ ജോലി സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കാനുള്ള പതിവാണ്. അത് മെനഞ്ഞാന്ന് വൈകുന്നേരത്ത് ആ ഉത്തരവ് നിലവിൽ വന്നിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 7 മണി വരെ നിലയിലാണ് ആ ജോലി സമയം ക്രമീകരിച്ചിട്ടുള്ളത്. അത് ബഹുമാനപ്പെട്ട ഗവൺമെന്റും ബന്ധപ്പെട്ട തൊഴിൽ വകുപ്പും തൊഴിലാളികൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഗുണകരമായ കാര്യമാണ്. ഇവരുടെ ജോലി സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 മണി വരെയുള്ള സമയത്തിനുള്ളിൽ 7 മണിക്കൂറായി നിജപ്പെടുത്തി. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് വൈകിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. കട്ടപ്പനയിൽ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിനെതിരെ വ്യത്യസ്ത പ്രതിഷേധവുമായി മലയാളി ചിരി ക്ലബ്. 66 kV ഫീഡറിലെ തകരാർ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മലയാളി ചിരി ക്ലബിന്റെ നേതൃത്വത്തിൽ 66 തിരികൾ കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. ചിരി ക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കട്ടപ്പന മേഖലയിൽ സ്ഥിരമായി വൈദ്യുതി മുടക്കം പതിവായിരിക്കുകയാണ്. വ്യാപാര മേഖലയടക്കമുള്ള സ്ഥാപനങ്ങൾ വൈദ്യുതി സ്തംഭനം മൂലം പ്രതിസന്ധിയിലായി. വൈദ്യുതി മുടക്കം പതിവാക്കിയ KSEB നടപടിക്കെതിരെയാണ് വ്യത്യസ്ത സമരവുമായി മലയാളി ചിരി ക്ലബ്ബ് രംഗത്തെത്തിയത്. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ 66 kV ഫീഡറിലെ തകരാർ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 66 തിരികൾ കത്തിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ചിരി ക്ലബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുറെ കാലഘട്ടങ്ങളായി നമ്മുടെ മലയോര ജില്ലയായ ഇടുക്കിയിൽ നിരന്തരമായി വൈദ്യുതി തടസ്സപ്പെടുന്ന സംവിധാനം ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം. ഇപ്പം 66 kV ഫീഡറിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കട്ടപ്പന വൈദ്യുതി ഇല്ലാതെ നിശ്ചലമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഴക്കം ചെന്ന കമ്പികളുടെ കാരണം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിരവധി കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടുക്കിയിലും നമ്മുടെ ഹൈ റേഞ്ച് വൈദ്യുതി ഇല്ലാതെ ഇരുട്ടിലാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ. അതിനെതിരെയാണ് ഈ പ്രതിഷേധം. നമ്മൾക്കറിയാം നല്ല കാര്യക്ഷമതയുള്ള നല്ല ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ മറ്റു ജില്ലകളിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് പുറത്തുനിന്നുള്ള അന്യജില്ലക്കാരെയൊക്കെ നമ്മുടെ ഇവിടെ കൊണ്ട് ജോലിക്ക് വെച്ചുകൊണ്ട് അവരുടെ ജോലി യാതൊരു ഉത്തരവാദിത്വവും നിറവേറ്റാതെ യാതൊരു കാര്യക്ഷമതയും ഇല്ലാത്ത പ്രവർത്തനമാണ് ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്നത്. ഇതിനെതിരായിട്ടാണ് ഇവിടെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനമാണ് KSEB ജീവനക്കാർ നടത്തുന്നത്. അടിക്കടി വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് മൂലം വിദ്യാഭ്യാസ മേഖലയും പ്രതിസന്ധിയിലാവുകയാണ്. ഓൺലൈൻ ക്ലാസുകളുമായി മുൻപോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് മൂലം വലിയ തോതിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നും കഴിവുള്ള ഉദ്യോഗസ്ഥരെ നിയമിച്ച് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നത് പരിഹരിക്കണമെന്നും ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയെ സംബന്ധിച്ച് നിരവധി ഡാമുകളും ജലവൈദ്യുത പദ്ധതികളുമുള്ള നമ്മുടെ ഈ ഇടുക്കിയിൽ വൈദ്യുതി ഇതുപോലെ മുടങ്ങുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു ബാക്ക് ഫീഡർ സംവിധാനം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം
കഷ്ടമാണ്. ചിരി ക്ലബ് ജനറൽ സെക്രട്ടറി അശോക് ഇലവന്തിക്കൽ, വൈസ് പ്രസിഡന്റ് വിപിൻ വിജയൻ, മനോജ് വർക്കി, സജിദാസ് മോഹൻ, സജി ഫെർണാണ്ടസ്, പ്രിൻസ് മൂലേച്ചാലിൽ, ജസ്റ്റിൻ തോമസ്, അനീഷ് തോണക്കര, ജെറിൻ ജോസഫ്, ജോജോ ചക്കുംചേരിൽ, മനോജ് പി ജി, സോണി ചെറിയാൻ, വേണുഗോപാൽ, അജിൻ തോമസ്, ജെയ്സൺ തോമസ്, ജോബിൻ ജോസഫ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മിനി സ്റ്റേഡിയത്തിൽ പുതിയ സ്റ്റേജ് നിർമ്മിക്കും. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്റ്റേജ് നിർമ്മിക്കുന്നത്. നിലവിലെ സ്റ്റേജ് നവീകരിക്കുമെന്ന് നഗരസഭ മുമ്പ് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. പഴയ പഞ്ചായത്ത് കെട്ടിടത്തിന് അഭിമുഖമായി പുതിയ സ്റ്റേജ് നിർമ്മിക്കാനാണ് തീരുമാനമായിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിൽ പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള മിനി സ്റ്റേഡിയത്തിനുള്ളിൽ പുതിയ സ്റ്റേജ് നിർമ്മിക്കാൻ ധാരണയായി. ഇപ്പോഴുള്ള സ്റ്റേജ് നവീകരിക്കുന്നതിനായി മന്ത്രി റോഷി അഗസ്റ്റിൻ MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ സ്റ്റേജിന്റെ വശത്തായി പഴയ പഞ്ചായത്ത് കെട്ടിടത്തിന് അഭിമുഖമായി പുതിയ സ്റ്റേജ് നിർമ്മിക്കുകയാണെങ്കിൽ ഭാവിയിൽ മാനവീയം വീതിയാക്കി ഇവിടെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയത്. സ്റ്റേജ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഭവന നിർമ്മാണ ബോർഡിന്റെ സ്ഥലം ഉൾപ്പെട്ടത് സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നതിന് കാരണമായിരുന്നു. തുടർന്ന് കട്ടപ്പനയിലെത്തിയ ഹൌസിംഗ് ബോർഡ് ചെയർമാൻ PP സുനീറിനെ നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ നേരിൽ കണ്ട് സംസാരിച്ച് തർക്കം പരിഹരിച്ചു. റോഷി അഗസ്റ്റിൻ അനുവദിച്ച തുക ഉപയോഗിച്ച് തന്നെയാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. സ്ഥലപരിമിതിയുണ്ടെങ്കിലും പ്രധാനപ്പെട്ട പൊതുപരിപാടികൾക്കെല്ലാം വേദിയാകുന്ന സ്ഥലമാണ് മിനി സ്റ്റേഡിയം. അവിടം നവീകരിക്കണമെന്ന ആവശ്യത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. കട്ടപ്പനയിലെ സാംസ്കാരിക പ്രവർത്തകരുടെയും ജനകീയ സംഘടനകളുടെയും ഏറെ നാളത്തെ ആഗ്രഹമാണ് പഴയ പഞ്ചായത്ത് മൈതാനം മാനവീയം വീതിയാക്കി മാറ്റണമെന്നത്. പഴയ പഞ്ചായത്ത് കെട്ടിടത്തിന് അഭിമുഖമായാണ് പുതിയ സ്റ്റേജ് നിർമ്മിക്കുക. കാലപ്പഴക്കം ചെന്ന പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയാൽ 1000-ന് മുകളിൽ ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇടമാക്കി മിനി സ്റ്റേഡിയത്തെ മാറ്റാനാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ജോബി പറഞ്ഞു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ മിനി സ്റ്റേഡിയത്തിന് റൂഫിംഗ് നടത്തുന്നതിന് വേണ്ടി ബഹുമാനായ മിനിസ്റ്റർ MLA ആയിരുന്ന സമയത്ത് നമുക്ക് 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അപ്പോൾ ആ റൂഫിങ്ങിന് അതിൻ്റെ സ്റ്റേജ് നവീകരണത്തിനും കൂടെ കൂടിയായിട്ടാണ് പൈസ തന്നിരുന്നത്. സ്റ്റേജിൻ്റെ പൊസിഷൻ ഇച്ചിരി മാറ്റി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതിൻ്റെ സ്റ്റേജ് മാറ്റി നിർമ്മിക്കുന്നതിന് വേണ്ടി ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലവുമായിട്ട് ചേർന്ന് കിടക്കുന്നതിനാലൊരു ശകലം ഒരു അതിർത്തിയിലൊരു ശകലം പ്രശ്നം വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹൗസിംഗ് ബോർഡ് ചെയർമാനുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ട് അതിൻ്റെ ആ ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ മുനിസിപ്പാലിറ്റി സ്ഥലത്തിനോട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സ്റ്റേജ് നിർമ്മിക്കുന്നതിനുള്ളൊരു സൗകര്യം ഹൗസിംഗ് ബോർഡ് ചെയർമാൻ അതിന് ഒരുക്കി തന്നിട്ടുണ്ട്. അതിനൊരു 1/2 സെന്റ് സ്ഥലം ഹൗസിംഗ് ബോർഡിന് നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് വിട്ടു തന്നിട്ടുണ്ട്. പഴയ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന മുറയ്ക്കാകും മാനവീയം വീതിയാക്കി മാറ്റാൻ കൌൺസിൽ അംഗീകാരം നൽകുക. 2 മാസങ്ങൾക്ക് മുമ്പ് വണ്ടിപ്പെരിയാർ 59-ാം മൈലിൽ ടാർ ലോറി മറിഞ്ഞ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. വേനൽ കനത്തതോടെ ടാർ ഒരുക്കിക്കിടക്കുന്നതാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 3 ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ 2 മാസം മുമ്പാണ് എറണാകുളത്ത് നിന്ന് തേനിയിലേക്ക് റോഡ് നിർമ്മാണത്തിനായി ടാറുമായി പോയ ലോറി വണ്ടിപ്പെരിയാർ 59-ാം മൈലിന് സമീപം അപകടത്തിൽപ്പെട്ടത്. ഈ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ ടാറും റോഡിലൂടെ ഒഴുകി. വേനലായതോടെ റോഡിലൂടെ ഒഴുകിയ ടാർ പൂർണ്ണമായും ഉരുകിക്കിടക്കുകയാണ്. ഇതുമൂലം ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ റോഡിൽ നിന്ന് തെന്നിമാറുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത് പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ 3 ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഇതോടെ പോലീസിന്റെ നേതൃത്വത്തിൽ വേഗത കുറയ്ക്കാനുള്ള സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. റോഡിലൂടെ ഒഴുകിയ ടാർ പൂർണ്ണമായും മാറ്റാത്ത പക്ഷം വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അടിയന്തരമായി ബന്ധപ്പെട്ട ദേശീയപാത അധികൃതർ ടാർ മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. വണ്ടൻമേട് കുപ്പക്കലിന് സമീപം ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു. പരാതി നൽകിയെങ്കിലും അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് പ്രദേശവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കുപ്പക്കല്ലിന് സമീപം 30 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ട്രാൻസ്ഫോമറാണ് പ്രദേശവാസികൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി ആളുകളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. പുതിയ പാലം വീതി കൂട്ടി നിർമ്മിച്ചപ്പോഴാണ് ട്രാൻസ്ഫോമർ റോഡിനോട് ചേർന്ന് വന്നത്. ട്രാൻസ്ഫോമറിന് സംരക്ഷണ വേലിയില്ലാത്തത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. ഈ ട്രാൻസ്ഫോമർ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 30 വർഷത്തിന് മുകളിലായി. അപ്പോൾ ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ പാലത്തിൽ നിന്നും 2-3 മീറ്ററോളം മാറി ട്രാൻസ്ഫർ ആകുന്നതുകൊണ്ട് അപകടങ്ങൾ വളരെ കുറവായി. ഇപ്പോൾ ഈ പാലം അല്പം വീതി കൂട്ടി പണിത് കഴിഞ്ഞപ്പോൾ ട്രാൻസ്ഫോമറും പാലവുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഈ റോഡിൽ പോകുന്ന കൊച്ചു കുട്ടികൾ പോലും ഈ ട്രാൻസ്ഫോമറിൻ്റെ ഫീസൽ പിടിക്കുന്ന അവസ്ഥകളിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഫീസൽ മുട്ടുവാനും അപകടത്തിനും വളരെയേറെ സാധ്യതയുള്ളതുകൊണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെയും പാലത്തിൻ്റെയും ആ സൈഡിൽ ഒരു സംരക്ഷണ വേലി പഞ്ചായത്തിൽ നിന്നോ KSEBയിൽ നിന്നോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കെട്ടി ഇവിടുത്തെ ആൾക്കാരുടെ ജീവനും
സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം. എതിരെ വാഹനങ്ങൾ വന്നാൽ ട്രാൻസ്ഫോമറിനോട് ചേർന്ന് പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. വണ്ടൻമേട് KUCB ജീവനക്കാരെ വിവരമറിയിച്ചെങ്കിലും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ട്രാൻസ്ഫോമറിന് സംരക്ഷണ വേലി ഒരുക്കി പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസിന് സമീപം ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച ഒരാൾക്ക് പരിക്ക്. വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി ചുരുളിനാഥനാണ് പരിക്കേറ്റത്. 59 മൈലിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയും കുമളിയിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ബസ്സുമാണ് വണ്ടിപ്പെരിയാർ മഞ്ചുമല വില്ലേജ് ഓഫീസിന് സമീപം കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ ചുരുളിനാഥന് തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റു. തുടർന്ന് ഇയാളെ പ്രാഥമിക ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചതോടെ ഓട്ടോറിക്ഷ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തിലും ഇടിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ബസ് ദിശ മാറി വന്നതിനാലാണ് അപകടം സംഭവിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കട്ടപ്പന ഹൌസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെട്ടിടത്തിലെ വാടകക്കാർ ഹൌസിംഗ് ബോർഡ് ചെയർമാന് നിവേദനം സമർപ്പിച്ചു. നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഹൌസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായാണ് നിവേദനം സമർപ്പിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച ആദ്യ മാസത്തെ വാടക ഇളവ് ഉടൻ നടപ്പിലാക്കുക, വാടക നീതിന്യായമായി കുറയ്ക്കുക, കോമ്പൗണ്ടുകൾ ക്രമീകരിച്ച പാർക്കിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കട്ടപ്പന ഹൌസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ വാടകക്കാർ ഹൌസിംഗ് ബോർഡ് ചെയർമാന് നിവേദനം സമർപ്പിച്ചത്. ഒട്ടനവധി പ്രതിസന്ധികളാണ് കട്ടപ്പന ഹൌസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളുമടക്കം പ്രവർത്തിക്കുന്ന കെട്ടിടമായതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് മൂലം വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിവേദനം സമർപ്പിച്ചത്. നാളിതുവരെയായിട്ട് ഒരു 15 വർഷമായിട്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനത്ത് വേണ്ടത്രയും ശുഷ്കാന്തി പലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ടാണ് നമ്മുടെ ബിൽഡിങ് എല്ലാ സൗകര്യമുള്ളതാണെങ്കിലും ആധുനിക സംവിധാനത്തോട് കൂടിയ ബിൽഡിംഗ് ആണെങ്കിലും വേണ്ടത്രയും ഉപയോഗം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടാകാൻ വേണ്ടി ഇടപെടലാണ് അസോസിയേഷൻ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലോക്കലിൽ തന്നെ ഇതിൻ്റെ യൂറിനൽ ഷെഡ്യൂളും അതുപോലെ മൂത്രപ്പുരകളും അതുപോലെ പൊക്കോസുകൾ അതുപോലെ പാർക്കിംഗ് ഏരിയ അങ്ങനെയുള്ള പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ നന്നാക്കിയെടുക്കാനുള്ള ഇടപെടലുകൾ നടത്തി. അത് കുറച്ച് കാര്യം വിജയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാർക്കിംഗ് സംവിധാനം ആധുനിക രീതിയിലാക്കാവുന്ന സംവിധാനം ഇപ്പം ചെയർമാൻ ഞങ്ങളോട് പറഞ്ഞിട്ട് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വാടകയ്ക്ക് പോകാതെ കിടക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ എത്രയും പെട്ടെന്ന് വാടകക്കാർക്ക് ലഭ്യമാകത്തക്ക സാഹചര്യം കൊടുക്കുകയും വളരെ റീസണബിളായ രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാമെന്നാണ് ചെയർമാൻ ഇപ്പം ഞങ്ങളുടെ വാക്കാൽ പറഞ്ഞിട്ടുള്ളത്. മുൻപ് ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപമായി സ്ഥിതി ചെയ്തിരുന്ന കാലത്ത് ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ കച്ചവടം നടന്നിരുന്നു. എന്നാൽ സ്റ്റാൻഡ് മാറി പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി ഭൂരിഭാഗം വ്യാപാര സ്ഥാപനങ്ങളും പൂട്ടിപ്പോവുകയും നാമമാത്രമായ സ്ഥാപനങ്ങൾ അവശേഷിക്കുകയും ചെയ്തു. കൂടാതെ കോവിഡ് മഹാമാരി കൂടി പിടിമുറുക്കിയതോടെ ഇവർ കൂടുതൽ പ്രതിസന്ധിയിലായി. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഹൌസിംഗ് ബോർഡ് ചെയർമാൻ PP സുനീറിന് നിവേദനം സമർപ്പിച്ചത്. ചെയർമാന്റെ ഭാഗത്തു നിന്നും എത്രയും വേഗം നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുള്ളതായും വ്യാപാരികൾ പറഞ്ഞു. കണ്ണൂരിലെ CPM പ്രവർത്തകൻ ഹരിദാസിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. RSS BJP പ്രവർത്തകർ CPM പ്രവർത്തകരെ വേട്ടയാടുന്നത് എന്നും നോക്കി നിൽക്കാനാകില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. CPM പ്രവർത്തകർ നിരന്തരം വേട്ടയാടപ്പെടുന്നതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. കണ്ണൂരിൽ മത്സ്യത്തൊഴിലാളിയായ ഹരിദാസിനെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലാണ് അരുങ്കൊല ചെയ്തത്. RSS BJP പ്രവർത്തകർ CPM പ്രവർത്തകരെ വേട്ടയാടുന്നത് എന്നും നോക്കി നിൽക്കാനാവില്ലെന്ന് CPM നേതാക്കൾ പറഞ്ഞു. ഹരിദാസിന്റെ കൊലപാതകത്തോടനുബന്ധിച്ച് CPM ഉപ്പുതറ ലോക്കൽ കമ്മിറ്റിയാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി വളകോട് ജംഗ്ഷനിൽ സമാപിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം ഷീല രാജൻ, ലോക്കൽ സെക്രട്ടറി മനു ആന്റണി, KR പ്രസാദ്, സുനിൽ MA, കലേഷ് കുമാർ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞങ്ങളെ പ്രിയ രാജാവിനെ തെരുവിൽ വെട്ടിയ ചട്ടുകളെ RSS തെമ്മാടികളെ വാടാവാടക ഗുണ്ടകളെ വാടാവാടക ഗുണ്ടകളെ തെരുവിൽ തല്ലി രസിക്കണം. കയ്യൂക്കിന്റെ ബലം നോക്കാം. ഇൻക്വിലാബ് സിന്ദാബാദ്. കൊന്നത്തടി ടൗൺ മാലിന്യ കൂമ്പാരമായി മാറുന്നു. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ പിന്നിലാണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത്.
മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മാലിന്യം നിക്ഷേപിച്ച കടയുടമയിൽ നിന്നും പിഴ ഈടാക്കി. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ടൗണാണ് കൊന്നത്തടി ടൗൺ. ഇവിടെയാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കടയുടെ പുറകിൽ കൂട്ടിയിട്ട അവസ്ഥയിലാണ്. ഭക്ഷണ അവശിഷ്ടങ്ങളടക്കം കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ദുർഗന്ധം മൂലം ഇതുവഴി നടക്കുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കൂടാതെ പ്ലാസ്റ്റിക് കുപ്പികളടക്കം കുന്നുകൂടി കിടക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കർശനമായി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളെ കൂടി നമ്മുടെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കണം എന്നുകൂടി പറഞ്ഞ അവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വളരെ ഖേദകരമായ ഒരവസ്ഥയിലേക്കാണ് കാണാൻ കഴിയുന്നത്. പ്ലാസ്റ്റിക്കും അഴുക്കും അത് കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മൾ പരിസര പ്രദേശം പഞ്ചായത്ത് ഇരിക്കുന്ന പ്രദേശങ്ങളിൽ തന്നെ കണ്ടു. ഇതിനെതിരെ കൃത്യമായി തന്നെ ഒരു നടപടി എടുക്കാനാണ് പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ മാലിന്യം നിക്ഷേപിച്ച കടയുടമയ്ക്കെതിരെ നടപടി സ്വീകരിച്ചു. 10,000 രൂപയാണ് പിഴ ഈടാക്കിയത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുമെന്നും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. തോപ്രാംകുടി സെന്റ് മരിയ ഗുരുത്തി ദേവാലയത്തിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 24-ന് പൊതുസമ്മേളനം നടക്കും. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോതമംഗലം രൂപത മുൻ മെത്രാൻമാർ ജോർജ് പുന്നക്കോട്ടിൽ തിരുനാൾ കൊടിയേറ്റിയതോടെ ആരംഭിച്ച തിരുനാൾ 27-നാണ് സമാപിക്കുന്നത്. 24-ാം തീയതി പൊതുസമ്മേളനം നടക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ദേവാലയ വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ പറഞ്ഞു. ഈ ജൂബിലി സമാപനത്തിന്റെ ഉദ്ഘാടനം കേരള ജലസേചന വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. അതുപോലെ മുഖ്യപ്രഭാഷണം നടത്തുക ഇടുക്കിയുടെ പ്രിയങ്കരനായ MP ഡീൻ കുര്യാക്കോസ്, ആശംസ അർപ്പിക്കുക തങ്കമണി പൊറവനാപ്പള്ളി വികാരി ഡോക്ടർ ജോസ് മാറാട്ടിലാണ്. തുടർന്ന് ഇടവകയിലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കലാപരിപാടികൾ അപ്പോൾ എല്ലാവരെയും ഈ ജൂബിലി സമാപനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. 27-ന് ഗാനമേളയോടുകൂടിയാണ് ആഘോഷ പരിപാടികൾ സമാപിക്കുന്നത്. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ഇടുക്കി-കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിലെ വെള്ളക്കെട്ട് വൃത്തിയാക്കി. ഹൌസിംഗ് ബോർഡ് വക സ്ഥലത്തെ വെള്ളക്കെട്ട് മൂലം കൊതുക് ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് വാർഡ് കൌൺസിലർ സോണിയ JBയുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ട് വൃത്തിയാക്കിയത്. കട്ടപ്പന നഗരസഭ 20-ാം വാർഡിൽ ഉൾപ്പെട്ട പള്ളിക്കവല ഇടുക്കി-കവല ബൈപ്പാസ് റോഡിൽ കഴിഞ്ഞ 20 വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നമാണ് ഹൌസിംഗ് ബോർഡ് വക സ്ഥലത്തെ വെള്ളക്കെട്ട്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ കൌൺസിലർ സോണിയ JBയുടെ നേതൃത്വത്തിൽ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ JCB ഉപയോഗിച്ച് വെള്ളക്കെട്ട് പൊട്ടിച്ച് പരിഹാരം കണ്ടിരുന്നു. അടുത്ത മഴക്കാലത്തിന് മുമ്പ് നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള നടപടികളാണ് വീണ്ടും ആരംഭിച്ചത്. ഹിറ്റാച്ചി ഉപയോഗിച്ച് ഓട തെളിച്ച് വെള്ളം ഒഴുകുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കി. കഴിഞ്ഞ 20 വർഷമായിട്ട് നിലനിന്നിരുന്ന ഹൗസിംഗ് ബോർഡിൻ്റെ ആ വെള്ളക്കെട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നഗരസഭ മുന്നേ JCB ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിരുന്നു. ഇപ്പോഴും മഴക്കാലത്തിന് മുന്നേ വെള്ളക്കെട്ടുകളെല്ലാം പൊട്ടിച്ച് നീരൊഴുക്കുകളുടെ സുഗമമായ ഒഴുക്ക് സാധ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മാലിന്യങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത്. വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ പ്രതിസന്ധികൾ പരിഹരിച്ച വാർഡ് കൌൺസിലർ സോണിയ JBക്ക് റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ നന്ദി അറിയിച്ചു. കട്ടപ്പന നഗരസഭ 22-ാം വാർഡ് അമ്പലക്കവലയിലെ ADS അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട CDS ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവർക്ക് സ്വീകരണവും നൽകി. നഗരസഭാ കൌൺസിലർ മായ ബിജു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ 22-ാം വാർഡ് അമ്പലക്കവലയിലെ ADS അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും നഗരസഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട CDS ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവർക്ക് സ്വീകരണമാണ് നൽകിയത്. നഗരസഭ 22-ാം വാർഡ് അമ്പലക്കവലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ADS അംഗങ്ങൾക്ക് കൌൺസിലർ മായ ബിജു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പരിപാടി നഗരസഭാ കൌൺസിലർ മായ ബിജു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ടും അവർക്ക് ഓരോ കോഴ്സുകളായിട്ടും എല്ലാ കാര്യങ്ങളും കുടുംബശ്രീ മിഷൻ വഴിയാണ് വരുന്നത്, ലോണുകളായിട്ടും എല്ലാം. പക്ഷേങ്കിൽ അത് നമ്മുടെ വാർഡിലായതുകൊണ്ട് ഏറ്റവും കൂടുതൽ
അതിന് മേടിച്ച് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്ക് കൊടുത്ത്, അതായത് വർഷങ്ങളായിട്ട് ഷൈൻ ചേച്ചി നമ്മുടെ ഈ 22-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത് മേടിച്ച് കൊടുത്ത് എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ കൂട്ടി നിർത്തി ചേർത്ത് പിടിച്ച് കുടുംബശ്രീ അംഗങ്ങളെ കൊണ്ടുപോകണമെന്ന് മാത്രമേ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. പരിപാടിയോടനുബന്ധിച്ച് നഗരസഭ CDS ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഷൈനി ജിജി, CDS വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ബീന സോദരൻ എന്നിവരെ ആദരിച്ചു. ADS പ്രസിഡന്റ് രജനീസ് അലി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി സംഗീത ജയൻ, മറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ പൊതുയോഗം വ്യാഴാഴ്ച നടക്കും. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ഒരു വിശേഷാൽ പൊതുയോഗം നാളെ 2 മണി മുതൽ വണ്ടിപ്പെരിയാർ മോഹൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. സംഘടനയുടെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും വ്യാപാരികൾക്ക് വ്യാപാര പ്രയോജനകരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിനും നിയമങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിനുള്ള സെമിനാറുകൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുമൂലം നാളെ ഉച്ചയ്ക്ക് ശേഷം വണ്ടിപ്പെരിയാറിലെ എല്ലാ അംഗസ്ഥാപനങ്ങളും അവധിയായിരിക്കും. അതുകൊണ്ട് പൊതുജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മരങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന പടുകൂറ്റൻ മുട്ട. ഇടുക്കിയിൽ ഇപ്പോൾ സംസാര വിഷയം മുട്ടയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടമാണ്. നെടുങ്കണ്ടത്തിന് സമീപം കല്ലാറ്റിലാണ് മുട്ടയുടെ ആകൃതിയിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. മുട്ട കെട്ടിടത്തിന്റെ വിശേഷങ്ങളിലേക്ക്. പലതരം ശൈലികൾ അവലംബിച്ച് നമ്മുടെ നാട്ടിൽ കെട്ടിടങ്ങൾ പടുത്തുയർത്താറുണ്ട്. അത്തരം ശൈലികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നെടുങ്കണ്ടം കല്ലാറിലെ മുട്ടക്കെട്ടിടം. നിർമ്മാണ മേഖലയിൽ 2 ദശാബ്ദങ്ങളിലേറെയായി പ്രവർത്തിക്കുന്ന കല്ലാർ സ്വദേശി ജയൻ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ വ്യത്യസ്ത ശൈലി അവലംബിക്കണമെന്ന് നിശ്ചയിച്ചു. പല ഡിസൈനുകൾ തയ്യാറാക്കിയ ശേഷമാണ് മുട്ടയുടെ ആകൃതി ഉറപ്പിച്ചത്. 22 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അപ്പം ഇതൊരു ഓഫീസ് ചെയ്യുമ്പം അതിന് വ്യത്യസ്തമായൊരു ഷേപ്പ് കൂടി ചെയ്യാൻ ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെ ഇതിലേക്ക് വന്നത്. കുറേ ഷേപ്പുകൾ നോക്കിയപ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടായ ഒരു ഷേപ്പ് ഇതാ വന്നത്. അങ്ങനെ ഇതിലേക്ക് എത്തിച്ചേർന്നത്. ഇത് തുടക്കത്തിൽ പ്രത്യേകമായ ഷേപ്പിലാണ് ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് ഒരുപാട് പേര് ഇത് കാണാൻ വരുന്നുണ്ട്. എന്താണിതെന്ന് അറിയാതെയാണ് ആൾക്കാർ വരുന്നത്. ഒരു ബിൽഡിംഗ് പോകാണോ അതോ മറ്റെന്തെങ്കിലും സംവിധാനമാണോ എന്ന് അറിയാതെയാണ് വരുന്നത്. വന്നു കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് അത് ഒരുപാട് അതിശയമായിട്ട് തോന്നുകയും. കാഴ്ചയ്ക്ക് മാത്രമല്ല സൗകര്യങ്ങളുടെ കാര്യത്തിലും മുൻപിലാണ് ഈ മുട്ട കെട്ടിടം. 500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതമായ ഒറ്റമുറിയിലുള്ള കെട്ടിടം പൂർണ്ണമായും പ്രകൃതി സൗഹൃദമാണ്. സമീപത്തെ മരങ്ങളെ സംരക്ഷിച്ച തണലും ലഭ്യമാക്കുന്ന തരത്തിലാണ് നിർമ്മിതി. ജനാലകൾ ഇല്ല, പുറത്തേക്കുള്ളത് ഒറ്റ വാതിൽ മാത്രം. സൂര്യപ്രകാശം കെട്ടിടത്തിലേക്ക് ലഭ്യമാകാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ നിർമ്മാണ ശൈലി മൂലം കെട്ടിടത്തിനുള്ളിൽ അധികം ചൂടും അനുഭവപ്പെടാറില്ല. മുട്ടക്കെട്ടിടം നാട്ടുകാർക്കിടയിൽ താരമായി മാറിക്കഴിഞ്ഞു. കെട്ടിടത്തിന്റെ കൗതുക കാഴ്ചകൾ ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 203, വിൽപ്പനയ്ക്ക് വന്നത് 49,037, വിൽപ്പന നടന്നത് 47,305, കൂടിയ വില 1,398, ശരാശരി വില 913. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 510 രൂപ, ഏലം കൂടിയ വില 900, ഏലം ശരാശരി വില 750, കാപ്പിപ്പരിപ്പ് 145, ഗ്രാമ്പു 700, കൊക്കോ 40, റബ്ബർ 137. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4,600 രൂപ, വെള്ളി 70. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. DCC പ്രസിഡന്റ് CP മാത്യു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടത്തിയ പരാമർശം വിവാദമായി. സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തം. CP മാത്യുവിന്റെ പ്രസ്താവന മ്ലേച്ഛവും പ്രതിഷേധാർഹവുമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കോൺഗ്രസ് വിട്ട് LDF-നൊപ്പം ചേർന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജി ചന്ദ്രന്റെ നിലപാടിനെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് UDF-ന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച്. CP മാത്യുവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് രാജി ചന്ദ്രൻ. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മറുനാടൻ തൊഴിലാളികളുടെ അഴിഞ്ഞാട്ടം. ലഹരിക്കടിമപ്പെട്ട പരസ്പരം ഏറ്റുമുട്ടുന്ന സംഘം യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയാകുന്നു. അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഉപ്പുതറ ടൗണിൽ അളന്നു തിരിച്ച ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി. അനധികൃത നിർമ്മാണങ്ങൾ പഞ്ചായത്ത് അധികൃതർ തടഞ്ഞു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.